ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇത്രയും നാളും വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം വീഡിയോ എല്ലാം സ്റ്റോപ്പായിപ്പോയി കൂട്ടുകാരെ. ഒന്നാമത് മൊബൈലിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. മൊബൈൽ കംപ്ലൈൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുത്ത് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റണില്ലായിരുന്നു. രണ്ടാമത് മോളായിരുന്നു എല്ലാം എഡിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത്. മോൾ ഇവിടെ ഇല്ലാതായിപ്പോയി. അവൾക്ക് ഒരു ചെറിയ ജോബ് കിട്ടി, അവൾ അതിൻ്റെ പുറകെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതും പിന്നെ എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വീഡിയോ കുറച്ചൊരു ഇടവേള വന്നു കേട്ടോ കൂട്ടുകാരെ. ക്ഷമിക്കണം എല്ലാവരും. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളിടുന്ന വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റുകളൊക്കെ അയച്ചൊക്കെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് മുന്നോട്ട് ഇനിയുള്ള സമയങ്ങളിൽ വീഡിയോ നിർത്താതെ കണ്ടിന്യൂ ചെയ്ത് ഇടാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. മോൾ അവിടെയാണെങ്കിലും അവൾ അതെല്ലാം സഹകരിച്ച് ഞങ്ങളോടൊപ്പം എഡിറ്റൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തരും അന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇനി മുന്നോട്ട് പോകാം അല്ലേ വീഡിയോ ആയിട്ട്. ഇനി ഞങ്ങളുടെ ചെറിയ ചെറിയ പാചകങ്ങളും എല്ലാമായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പം ഇത്രയും നാൾ ഞങ്ങളെ കാണാതിരുന്നതും ഞങ്ങളുടെ വീഡിയോ നിന്ന് പോയതും ഒക്കെ ഉണ്ടല്ലോ കൂട്ടുകാരെ, ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾക്ക് വീഡിയോ ആയി മുന്നോട്ട് പോയാലോ. അപ്പോൾ വാ കൂട്ടുകാരെ, ഞാൻ ചെറിയൊരു പാചകം ചെയ്യുന്നുണ്ട്, അതും കൂടെ നമുക്ക് കാണാം കേട്ടോ. അത് കണ്ട് നമുക്ക് ഇനി തൊട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണേ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? ഞങ്ങളെ മറന്നു പോയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കിന്ന് ചെമ്പരത്തിയുടെ ഒരു അടിപൊളി ചായ ഉണ്ടാക്കി നോക്കിയാലോ. ആ കൂട്ടുകാരെ, നമുക്കിന്ന് വൈകുന്നേരം ചെമ്പരത്തി ചായ കുടിക്കാം കേട്ടോ. ഹെൽത്തിന് നല്ലതല്ലേ ചെമ്പരത്തി ചായ. ചെമ്പരത്തിയുടെ തോരൻ വെച്ച് കാണിച്ചല്ലോ, ഇനി ഒരു ചായ ആയാലോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചെമ്പരത്തി ചായക്കുള്ള വെള്ളം എടുത്ത് ഞാൻ സ്റ്റൗവേ വെക്കുവാണ്. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു. നമുക്കിനി ചെമ്പരത്തി എല്ലാം കഴുകിയത് അതിൻ്റെ ഇതളുകൾ അടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി എല്ലാം ഇങ്ങനെ അടത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തിന് നല്ലൊരു ചായ. ഇതിൻ്റെ കളറ് ഫുള്ള് സത്തിറങ്ങണം ഈ വെള്ളത്തിലേക്ക്. തിളച്ച് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ സത്ത് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ കളറ് കണ്ടോ കൂട്ടുകാരെ? അതിൻ്റെ കളറെല്ലാം ഇളകി, സത്തെല്ലാം ഇളകി വരുന്നുണ്ട്. കണ്ടോ, പൂ കണ്ടോ? പിങ്ക് കളർ അല്ലേ? ഇതിനകത്ത് തേൻ ചേർക്കേണ്ടവർക്ക് തേൻ ചേർത്ത് കുടിക്കാം, പിന്നെ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് കുടിക്കാം. പക്ഷേ ഞാനിവിടെ ഒന്നും ചേർക്കാതെ എനിക്ക് കുടിക്കാനാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒന്നും ചേർക്കാതെ കുടിക്കുന്നതാണ് ഹെൽത്തിന് നല്ലത്. ഞാൻ ഇതിനകത്ത് തേനും ചേർക്കുന്നില്ല, പഞ്ചസാരയും ആഡ് ചെയ്യുന്നില്ല. നാരങ്ങ ചേർക്കാം. അത് ചെയ്യണം. ചെമ്പരത്തിയുടെ കളർ കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഇരുണ്ട് വയലറ്റ് കളറാണ്. ഇത് നല്ല റെഡ് കളറാവും നമ്മൾ നാരങ്ങ ചേർക്കുമ്പോൾ. പിന്നെ നല്ല രുചി അടിക്കാം. എന്താ അപ്പം തിളക്കി വരുന്നുണ്ട്. കുഞ്ഞൂസിന് വേണമെങ്കിൽ തേനോ പഞ്ചസാരയോ ചേർത്ത് തരാം കേട്ടോ. ചെമ്പരത്തിൻ്റെ കളർ മഞ്ഞയായി. അപ്പോൾ ഇത് തിളച്ചു, നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമുക്കിതിനെ അരിച്ചൊഴിക്കാം നമുക്ക് കപ്പിലേക്ക്. അപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് എടുത്ത് കാണിക്കുക, അത് ഇങ്ങനെ കളർ മാറുന്നത്. അപ്പോൾ നമ്മൾ ചായ ഗ്ലാസ്സിലേക്ക് ഊറ്റിയിട്ട് നമുക്ക് ചെറുനാരങ്ങ അതിനകത്തോട്ട് ഒരു കുറച്ച് പിഴിഞ്ഞൊഴിക്കാം. അപ്പോഴാണ് അവിടെ മാജിക്ക് നടക്കുന്നത്. അപ്പം ആ നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൻ്റെ മാജിക്ക് കാണാവേ. ഇനി നാരങ്ങേൻ്റെ വെള്ളം ഒഴുക്കി കൊടുക്കും. ഞാനൊക്കെ കൊടുക്കും. അതാ നല്ല റെഡ് കളറ് കണ്ട, നല്ല റെഡ് കളറായി. പാനിപ്പൂരി വീർപ്പിച്ചെടുക്കാം നമുക്ക് ചായക്ക് കഴിക്കാൻ. അതിൻ്റെ ഗ്രേവിയും മസാലക്കൂട്ടൊന്നും ഉണ്ടാക്കുന്നില്ല.
വെറുതെ ചായക്ക് കടിക്കാൻ വേണ്ടി നമുക്ക് ഈ പാനിപ്പൂരി വീർപ്പിച്ചെടുക്കാം. നമ്മുടെ ചെമ്പരത്തി ചായയുടെ കൂട്ടത്തിൽ കൂട്ടി കറുമുറ കടിക്കാൻ. ഓക്കെ, നമ്മുടെ എണ്ണ ചൂടായി. നമുക്ക് ഈ പാനിപ്പൂരി എങ്ങനെ വീർപ്പിച്ച് എടുക്കാം നമുക്ക് നോക്കാം. വീർത്ത് വരുന്നു. അമ്മ വലുതായി. നല്ല ബോള് പോലെയായി വന്നു അല്ലേ? അതാ നമ്മുടെ ബോള് പോലത്തെ പാനിപ്പൂരി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി വേറൊരു ദിവസം നമുക്ക് അതിനകത്ത് മസാല നിറയ്ക്കാം കേട്ടോ. ഇപ്പം മസാല നിറയ്ക്കാൻ സമയമില്ലേ. ഇതും ബോൾ പോലെ ആയി വരുന്നുണ്ട്. എന്ത് വലുതായി. ഇത്രയായി. പോരെ? ഇച്ചിരി കൂടെ ഉണ്ടാക്കാം. മതി. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി എല്ലാം കോരി മാറ്റി. എന്തൂരമാണ്. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി എല്ലാം ഇവിടെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു. അടിപൊളി ബോള് പോലെ വന്നിട്ടുണ്ട്. കുഞ്ഞൂസിന് ചായക്ക് കടിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്ത കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ, നല്ല എങ്ങനെ ക്രിസ്പി ഉണ്ടോ നോക്കട്ടെ. നല്ല ക്രിസ്പിനെസ് ഉണ്ട്, അടിപൊളി. കുഞ്ഞൂസിൻ്റെ വായി വെച്ച് തരാം, ചെന്ന് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. പൊളി. നല്ലതാണോ? നല്ലതാ, എനിക്ക് ഇഷ്ടമുള്ള സാധനം ഇത്. ഇപ്പം നമ്മുടെ പാനിപ്പൂരിയും നമ്മുടെ ചെമ്പരത്തി ചായയും കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന്. അടിപൊളി സംഭവം കേട്ടോ. നിങ്ങളും ഇതിനൊന്ന് ചെമ്പരത്തി ചായ ട്രൈ ചെയ്ത് നോക്കാം. കൂട്ടത്തിൽ കഴിക്കാൻ എന്ത് വേണേലും ആകാം, സ്നാക്സ്, അത് നമ്മുടെ ഇഷ്ടം. ചെമ്പരത്തി ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കാം. ഞാനിത് കഴിക്കട്ടെ. നിങ്ങൾ ഇതുപോലെയൊക്കെ 4 മണിക്ക് ചായയൊക്കെ ഉണ്ടാക്കി നോക്കേ, വെറുതെ ചായയുടെ കൂടെ ഒന്ന് കടിക്കാൻ നല്ലതായത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് അറിയിക്കണം. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.